ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഈ വർഷത്തിലെ നാഷണൽ അവാർഡ് പ്രഖ്യാപനമെല്ലാം തന്നെ വന്നത്. ജവാൻ സിനിമയിലെ അഭിനയത്തിന് ഷാറുഖ് ഖാനെ തേടി മികച്ച നടനുള്ള നാഷണൽ അവാർഡ് തേടിയപ്പോൾ ഒരുപാട് പേർ നെട്ടലോടെയാണല്ലോ ആ അവാർഡിനെ ഉറ്റുനോക്കിയിരിക്കുന്നത്. നാഷണൽ അവാർഡിനുള്ള മാനദണ്ഡം എന്താണ് എന്നൊരു ചോദ്യമാണ് കൂടുതൽ പ്രേക്ഷക മനസ്സുകളിലുള്ളത്. 2 വർഷങ്ങൾക്ക് മുന്നേ പുഷ്പയിലെ പ്രകടനത്തിന് അല്ലു അർജുനെ തേടി മികച്ച നടനുള്ള നാഷണൽ അവാർഡ് എത്തിയപ്പോഴും ഈ ഒരു ചോദ്യം ഉണ്ടായതാണ്. എന്നാൽ SRKക്ക് ജവാനിലെ പ്രകടനത്തിന് അവാർഡ് ലഭ്യമായപ്പോൾ അന്നത്തേക്കാൾ വലിയൊരു ചർച്ച ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മുൻപെല്ലാം തന്നെ ഓഫ് ബീറ്റ് സിനിമ അവാർഡ് സിനിമകൾക്കെല്ലാം തന്നെയാണ് മികച്ച നടനെ തേടി അവാർഡ് എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളിലെ പ്രകടനത്തിന് പോലും അവാർഡ് നേടിയെടുക്കുന്ന നടന്മാരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവാർഡ് നേടിയെടുക്കാനായിട്ട് എന്താണ് മാനദണ്ഡം എന്നൊരു ചോദ്യമാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച. എന്തായാലും ഷാറുഖ് ഖാനും അല്ലു അർജുനും ലഭ്യമായ അവാർഡെല്ലാം തന്നെ കാണുമ്പോൾ നിസ്സംശയം പറയാം അടുത്ത 2 വർഷങ്ങളിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും നാഷണൽ അവാർഡിൽ മത്സരിക്കാനായിട്ട് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന്. 2024 സെൻസർ ചെയ്യപ്പെട്ട മലിക്കോട്ടെ വാലിബൻ, ഈ വർഷം 2025 സെൻസർ ചെയ്യപ്പെട്ട തുടരും എന്നീ സിനിമകളാണ് അടുത്ത 2 വർഷത്തിലേക്ക് ലാലേട്ടന് നാഷണൽ അവാർഡ് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ള സിനിമകളുടെ പട്ടികയിൽ നാം ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം സെൻസർ ചെയ്യപ്പെട്ട മലിക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഒരു സിനിമ എന്ന നിലയിൽ ഭൂരിഭാഗം പ്രേക്ഷകർക്ക് കണക്ട് ആവാതെ പോയ സിനിമയാണെങ്കിൽ പോലും ചിത്രത്തിലെ ലാലേട്ടന്റെ ഇമോഷൻസ്, ലാലേട്ടന്റെ അഭിനയം എല്ലാം തന്നെ എത്രത്തോളം വാഴ്ത്തലുകളാണ് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. ലാലേട്ടന്റെ അഭിനയം മാത്രമല്ല സിനിമയുടെ ടെക്നിക്കൽ വശവും വളരെ മികച്ചതായിരുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. അതെല്ലാം തന്നെ ജൂറിയുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും കുറഞ്ഞത് ഒരു അവാർഡെങ്കിലും സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാലിബൻ നോമിനേഷനിൽ ഉൾപ്പെടുന്ന നാഷണൽ അവാർഡ് പ്രഖ്യാപനം അടുത്ത വർഷം 2026 വരിക. അതേസമയം തുടരുമെന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ കൊമേഴ്ഷ്യൽ ക്ലാസ്, മാസം നിറഞ്ഞ ആക്ഷൻ എല്ലാം തന്നെ നിറഞ്ഞ സിനിമ നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കുക 2027 വർഷമായിരിക്കും. ജവാനിലെ പ്രകടനത്തിന് SRKക്ക് അവാർഡ് കൊടുക്കാമെങ്കിൽ ഉറപ്പായിട്ടും നിസ്സംശയം പറയാം തുടരും സിനിമയിലെ പ്രകടനത്തിന് ലാലേട്ടന് അവാർഡ് കൊടുക്കാമെന്ന്. പല ഇമോഷൻസ്, ഒരുപാട് സീനുകളിൽ നാം കണ്ട സിനിമ കൂടിയാണല്ലോ ലാലേട്ടൻ നായകനായി എത്തിയ തുടരും. ആടുജീവിതം കണക്ട് ആയില്ല എന്ന് പറഞ്ഞ ജൂറിക്ക് ഒരുപക്ഷെ മലിക്കോട്ടെ വാലിബനും കണക്ട് ആകാതെ പോകാം. എന്നാൽ തുടരും പോലൊരു സിനിമയെല്ലാം തന്നെ ആർക്കാണ് കണക്ട് ആകാതിരിക്കാനായിട്ട് സാധിക്കുക എന്നൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും കാത്തിരിക്കും അടുത്ത വർഷങ്ങളിലെ നാഷണൽ അവാർഡ് പ്രഖ്യാപനങ്ങൾ കേട്ട്.